വെൽക്കം ടു ബൾബ് ആൻഡ് ബീക്കർ യൂട്യൂബ് ചാനൽ. കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയുടെ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ആദ്യ ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ ഘടന എന്ന ആദ്യ ഭാഗമാണ് നമ്മൾ പഠിച്ചത്. ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത് ജോൺ ഡാൾട്ടൻ്റെ ആറ്റം സിദ്ധാന്തമാണ്, ആറ്റോമിക് തിയറി ഓഫ് ജോൺ ഡാൾട്ടൺ. പിന്നീട് നമ്മളെ ചില ശാസ്ത്രജ്ഞരുടെ കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. മൈക്കിൾ ഫാരഡെ, ഹംഫ്രി ഡേവി, ജെ തോംസൺ, ഏണസ്റ്റ് റിദർഫോർഡ്, ജെയിംസ് ചാഡ്വിക് ഇവരുടെ കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആറ്റത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനാണ് ജോൺ ഡാൾട്ടൻ്റെ ആറ്റം തിയറി വിശദീകരിക്കുന്നില്ല. ഈ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു. കുറച്ച് 5-6 പോയിന്റ്സ് ആണ് നമ്മളതിൽ മനസ്സിലാക്കിയത്. പിന്നെ നമ്മൾ ജെയിംസ് ചാഡ്വിക്, ജെ തോംസൺ, ഏണസ്റ്റ് റിദർഫോർഡ് ഈ 3 സയൻറ്റിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷനാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ പ്രധാനപ്പെട്ടായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജെ തോംസൺ ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ജെ തോംസൺ ഡിസ്കവേർഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഇലക്ട്രോൺ ബൈ കണ്ടക്ടിങ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെയാണ് ജെ തോംസൺ ഇലക്ട്രോണിനെ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നീട് ഏണസ്റ്റ് റിദർഫോർഡ് അദ്ദേഹം പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. സ്വർണ്ണത്തകിട് പരീക്ഷണമാണ് അതിനുവേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഏണസ്റ്റ് റിദർഫോർഡ് ഡിസ്കവേർഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ പ്രോട്ടോൺ ബൈ കണ്ടക്ടിങ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. പിന്നെ ജെയിംസ് ചാഡ്വിക് ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺ എന്ന കണമാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ജെയിംസ് ചാഡ്വിക് ഡിസ്കവേർഡ് ചാർജ്ലെസ് പാർട്ടിക്കിൾ ന്യൂട്രോൺ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഭാഗത്ത് ഈ 3 കണങ്ങൾ, ആറ്റത്തിനകത്തുള്ള ഈ 3 കണങ്ങളാണ് ഇനി ഉള്ള ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ചെറിയൊരു ടേബിൾ നമുക്ക് കാണാൻ സാധിക്കും. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗ ന്യൂക്ലിയസിനാണുള്ളത്. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് പുറത്താണ്. അതേപോലെ ചാർജ് ഇല്ലാത്ത കണമായിട്ടുള്ള ന്യൂട്രോൺ അതും ന്യൂക്ലിയസിനകത്താണ്. ഇതിൻ്റെ മാസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ന്യൂട്രോൺ പ്രോട്ടോൺ ഏകദേശം മാസ് ഈക്വൽ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹൈഡ്രജൻ ആറ്റവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് ഈക്വൽ ആണ് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഇലക്ട്രോണിൻ്റെ മാസ് വളരെ കുറവാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യമാണ് ബേസിക്കലി നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ ദീസ് 3 പാർട്ടിക്കിൾസ് കോൾഡ് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ഓഫ് ആൻ ആറ്റം, ആറ്റത്തിൻ്റെ മൗലിക കണങ്ങളാണ് എന്നാണ് ഈ 3 കണങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി ഓർത്ത് നോക്കാം. 3 പാർട്ടിക്കിളാണുള്ളത്, 3 കണങ്ങളാണുള്ളത്. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, ന്യൂട്രോൺ ചാർജ് ഇല്ല. അപ്പോൾ ഒരാറ്റത്തിലെ ഈ 3 കണങ്ങൾ പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺ, നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ, ചാർജ് ഇല്ല, നോ ചാർജ്. നോക്കി, ഈ 2 കണങ്ങൾ പ്രോട്ടോൺ ന്യൂട്രോൺ ഇത് രണ്ടും ന്യൂക്ലിയസിനകത്താണ്, ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. ഇലക്ട്രോൺ ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. ഈ ഇലക്ട്രോണിന്റെ മാസ് വളരെ കുറവാണ്. ന്യൂട്രോണും പ്രോട്ടോണും ഈക്വൽ മാസാണ്, ഈക്വൽ ടു 1 ഹൈഡ്രജൻ ആറ്റം. അതായത് ഒരു ആറ്റത്തിന്റെ സെന്റർ, ഈ സെന്ററിനകത്താണ് പ്രോട്ടോൺ എന്ന പാർട്ടിക്കിളും ന്യൂട്രോൺ എന്ന പാർട്ടിക്കിളും. ഈ ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇലക്ട്രോൺ എന്ന പാർട്ടിക്കിൾ. അതായത് ഒരു ആറ്റത്തിലെ ഏറ്റവും മാസ് ഉള്ള 2 പാർട്ടിക്കിൾ എന്ന് പറയുന്നത് സെന്ററായ ന്യൂക്ലിയസിനകത്താണ്. മാസ് ഏറ്റവും കുറവുള്ള ഇലക്ട്രോൺ ആണ് ന്യൂക്ലിയസിന് പുറത്തുള്ളത്. ഒരു ആറ്റത്തിലെ മെജോറിറ്റി മാസ് അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് അത് ആറ്റത്തിന്റെ സെൻട്രലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദ മെജോറിറ്റി ഓഫ് ദ മാസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ സെന്റർ പോയിന്റ് ന്യൂക്ലിയസ്. അപ്പോൾ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിനകത്താണ് അതിന്റെ മേജർ മാസ് ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ പാർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, ഈ 2 ചാർജുള്ള പ്രോട്ടോണും ഇലക്ട്രോണും ആറ്റത്തിനകത്തുണ്ട്. ഈ പ്രോട്ടോണിന്റെ എണ്ണത്തിന് ഈക്വൽ ആയിരിക്കും. പ്രോട്ടോൺ എന്നതിന് നമുക്ക് പി എന്ന ലെറ്റർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇലക്ട്രോൺ എന്ന പാർട്ടിക്കിളിന് ഇ എന്ന
ലെറ്റർ കൊണ്ട് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം ഈക്വൽ ആയിരിക്കും. അതായത് പ്രോട്ടോൺ എത്ര എണ്ണം ഉണ്ടോ അത്രയും എണ്ണം ഇലക്ട്രോൺ ഒരു ആറ്റത്തിനകത്തുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പോസിറ്റീവ് ചാർജിന്റെ നമ്പറും നെഗറ്റീവ് ചാർജിന്റെ നമ്പറും ഈക്വൽ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രോട്ടോൺ പോസിറ്റീവ് ആണ്, ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്. ഒരു ആറ്റത്തിലെ പോസിറ്റീവ് പ്രോട്ടോണിന്റെയും നെഗറ്റീവ് ഇലക്ട്രോണിന്റെയും എണ്ണം ഈക്വൽ ആണ്. സോ an atom is electrically neutral എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ആറ്റം വൈദ്യുതപരമായി ഉദാസീനമാണ്, അല്ലെങ്കിൽ അതിൽ ന്യൂട്രൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് നോക്കാനുള്ളത് ആറ്റത്തിലെ പാർട്ടിക്കിൾസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ ആറ്റത്തിന്റെ ഒരു സ്ട്രക്ചർ റുദർഫോർഡ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. നമുക്കറിയാം സോളാർ സിസ്റ്റത്തെ കുറിച്ച് നമുക്കറിയാം. സോളാർ സിസ്റ്റത്തിന്റെ ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് സണ്ണാണ്. സൗരയൂഥത്തിലെ ഏറ്റവും കേന്ദ്ര ഭാഗം എന്ന് പറയുന്നത് സൂര്യനാണ്. അതിന്റെ ചുറ്റും ഗ്രഹങ്ങൾ വലയം ചെയ്യുന്നു. ഇതേപോലെ നമ്മുടെ ആറ്റത്തിന്റെ കേസ് റുദർഫോർഡ് സജസ്റ്റ് ചെയ്യുന്നത് ആറ്റത്തിന്റെ പ്ലാനറ്ററി മോഡലാണ്. ഒരു സോളാർ സിസ്റ്റത്തോട് കമ്പയർ ചെയ്യുകയാണ്. ഒരു ആറ്റത്തിന് ഒരു സെന്റർ ഉണ്ട്. ആ സെന്ററാണ്, ആ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതേപോലെ ആറ്റത്തിനകത്ത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോൺ ആറ്റത്തിന്റെ സെന്റർ ആയിട്ടുള്ള ന്യൂക്ലിയസിനെ റിവോൾവ് ചെയ്യുന്നു, വലയം ചെയ്യുന്നു. അപ്പൊ അദ്ദേഹം 2-3 കാര്യങ്ങളാണ് ഈ സൗരയൂഥവുമായി സോളാർ സിസ്റ്റവുമായി ആറ്റത്തെ കമ്പയർ ചെയ്യുന്നത്. ആറ്റത്തിന് ഒരു സെന്റർ ഉണ്ട്, ന്യൂക്ലിയസ്. അതേപോലെ സോളാർ സിസ്റ്റത്തിന് ഒരു സെന്റർ ഉണ്ട്, സൺ. ആറ്റത്തിന്റെ സെന്റർ ആയിട്ടുള്ള ന്യൂക്ലിയസിനെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു, വലയം ചെയ്യുന്നു. അതേപോലെ സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ ആയിട്ടുള്ള സണ്ണിനെ മറ്റു പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നു. ഈ 2 കാര്യങ്ങൾ അദ്ദേഹം കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു സോളാർ സിസ്റ്റത്തെ പ്ലാനറ്ററി മോഡൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ആറ്റം സ്ട്രക്ചറിനെ പ്ലാനറ്ററി മോഡൽ എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം അതാണ്. അപ്പോൾ ഈ ഒരു മോഡലിൽ പറയുന്നത് സെൻട്രൽ പോയിന്റ് ആയിട്ടുള്ള ന്യൂക്ലിയസിനെ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഒരു അദ്ദേഹത്തിന്റെ ഈ ഒരു മോഡലിന് ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ലിമിറ്റേഷൻ? അക്കോർഡിംഗ് ടു electromagnetic theory of James Clerk Maxwell, a charged particle revolve around a center. Its energy will lose. It will be closer to its center. എന്ന് വെച്ചാൽ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന ശാസ്ത്രജ്ഞന്റെ വൈദ്യുതകാന്തിക സിദ്ധാന്തം അനുസരിച്ച് ഒരു ചാർജുള്ള ഒരു പാർട്ടിക്കിൾ, ഒരു മാസുള്ള അല്ലെങ്കിൽ ഒരു ചാർജുള്ള ഒരു പാർട്ടിക്കിൾ അത് ഒരു സെന്ററിനെ കേന്ദ്രമായിട്ട് വലയം ചെയ്താൽ അതിൻ്റെ എനർജി നഷ്ടപ്പെട്ടുകൊണ്ട് അത് അതിൻ്റെ സെന്ററിലേക്ക് പതിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരിക്കലും ഒരു ആറ്റത്തിന്റെ കേസിൽ സംഭവിക്കുന്നില്ല. ഇലക്ട്രോൺ ഒരിക്കലും അതിന്റെ ന്യൂക്ലിയസിലേക്ക് ഒന്ന് പതിക്കുന്നില്ല. അങ്ങനെ പതിച്ചു കഴിഞ്ഞാൽ ആറ്റം തന്നെ നശിച്ചു പോകും. അപ്പൊ ഇതൊരിക്കലും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ അദ്ദേഹത്തിന്റെ റുദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം അത് തയ്യപ്പെട്ടു. ഇറ്റ് ഡിസ്കാർഡഡ്, ആളുകൾ സ്വീകരിച്ചില്ല. ആ സമയത്താണ് നീൽസ് ബോർ ഈ ഒരു പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തിന്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യുന്ന ഒരു മോഡലുമായിട്ട് നീൽസ് ബോർ എന്ന സയന്റിസ്റ്റ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മോഡലിനെയാണ് ബോർ മോഡൽ എന്ന് പറയുന്നത്. നീൽസ് ബോർ എന്ന സയന്റിസ്റ്റ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ബോർ മോഡൽ ഓഫ് ആറ്റം എന്നതിനെ പറയുന്നു. റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിന്റെ ഒരു ലിമിറ്റേഷൻ അതിനെ ഓവർകം ചെയ്യുന്ന ഒരു മോഡലുമായിട്ടാണ് നീൽസ് ബോർ കടന്നു വന്നത്. എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ചില മേജർ ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ദ ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ ഫിക്സഡ് പാത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞു സെന്റർ പോയിന്റ് ആയിട്ടുള്ള ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു ഫിക്സഡ് പാത്തിലാണെന്നുള്ളതാണ് നീൽസ് ബോർ പറയുന്നത്. ന്യൂക്ലിയസ് ആണ്, ന്യൂക്ലിയസിനകത്താണ് പ്രോട്ടോൺ ന്യൂട്രോൺ ഒക്കെ ഉള്ളത്. ഇലക്ട്രോൺ ഈ സെന്ററിനെ ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്, വലയം ചെയ്യുന്നുണ്ട്. അതൊരു ഫിക്സഡ് പാത്തിലാണെന്നുള്ളതാണ് നീൽസ് ബോർ പറയുന്നത്. ആ ഫിക്സഡ് പാത്തിനെ പറയുന്ന പേരാണ് ഷെൽസ്, ഷെല്ലുകൾ, അല്ലെങ്കിൽ ഓർബിറ്റ്, അല്ലെങ്കിൽ ഊർജനില, എനർജി ലെവൽ എന്ന് പറയാം. 3 പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. എന്താണ് പറയുന്നത്?
ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന വലയം ചെയ്യുന്ന ആ പാതക്ക് പറയുന്ന പേരാണ്, ആ ഒരു പാത്തിന് പറയുന്ന പേരാണ് ഷെല്ലുകൾ, ഓർബിറ്റ്, അതേപോലെ എനർജി ലെവൽ ഊർജ്ജ നില. ഈ 3 പേരിലും ഈ പാതകൾ അറിയപ്പെടുന്നു. ഈ ഫിക്സഡ് പാത്തിന് പറയുന്ന പേരാണ്. ഇതാണ് നീൽസ് ബോറിന്റെ ഒന്നാമത്തെ ഐഡിയ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് ദിസ് എനർജി ലെവൽ ഹാവ് ഫിക്സഡ് എനർജി. ഈ എനർജി ലെവൽ, ഈ ഷെല്ലുകൾക്ക്, ഈ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് ഫിക്സഡ് എനർജി ആയിരിക്കും ഉണ്ടാവുക. അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, അതിൽ മാറ്റം വരില്ല എന്നതാണ്. അപ്പോൾ ഇതിൽ റിവോൾവ് ചെയ്യുന്ന, ഇതിൽ വലയം ചെയ്യുന്ന ഈ ഇലക്ട്രോൺസിന്റെ എനർജി എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഇറ്റ് റിമൈൻസ് കോൺസ്റ്റന്റ്. ദെൻ മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ദ എനർജി ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസസ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. ഈ ഓരോ എനർജി ലെവലിലെയും ഓരോ ഷെല്ലിലെയും ഇലക്ട്രോൺസിന്റെ എനർജി ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പോൾ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതനുസരിച്ച്. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം, ഈ ഒന്നാമത്തെ ഷെല്ലൊന്ന് കൺസിഡർ ചെയ്യാം. ഈ ഒന്നാമത്തെ ഷെല്ലിന്റെ ന്യൂക്ലിയസുമായിട്ടുള്ള അകലമല്ല രണ്ടാമത്തെ ഷെല്ലിന്റെ ന്യൂക്ലിയസുമായുള്ള അകലം. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതനുസരിച്ച് എനർജി ഇൻക്രീസ് ചെയ്യുന്നു. ഇനി അടുത്തൊരു ഷെല്ലിലൂടെ നമ്മൾ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷെല്ലിലുള്ള എനർജി അല്ല ഈ ഷെല്ലില്. അപ്പോൾ ഷെല്ലിന്റെ എനർജി ഇൻക്രീസ് ചെയ്യുന്നത് ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതനുസരിച്ച് ഷെല്ലുകളുടെ എനർജിയും ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ദ എനർജി ഓഫ് ദ ഷെൽ ഇൻക്രീസസ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. ഇതാണ് നീൽസ് ബോർ മോഡലിന്റെ മൂന്നാമത്തെ ഐഡിയ എന്ന് പറയുന്നത്. അവസാനമായിട്ട് അദ്ദേഹം പറയുന്നത് ഷെൽ ക്യാൻ ബി നമ്പേർഡ് ഫ്രം 1 to 5. 1 2 3 4 5 5ആയിട്ട് നമുക്ക് നമ്പർ എടുക്കാം. ഒന്നാമത്തെ ഷെല്ല്, നമ്പർ 2, നമ്പർ 3, അങ്ങനെ 5 ഷെല്ലുകൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഈ ഷെല്ലുകൾക്കൊക്കെ നമുക്ക് പേരും കൊടുക്കാം. ഷെൽ can be indicated by letters K, L, M, N, O. ഇതാണ് അദ്ദേഹം പറയുന്ന അഞ്ചാമത്തെ കാര്യം. ഷെല്ലുകൾക്ക് 1 to 5 നമ്പർ കൊടുക്കാം. അതേപോലെ അത് റെപ്രസെന്റ് ചെയ്യാൻ KLMNO എന്ന നെയിമും കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് നീൽസ് ബോറിന്റെ ബോർ മോഡൽ ആറ്റത്തിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ 5 ഷെല്ലുകളാണുള്ളത്. അത് 1 to 5 ആണ്. ഈ ഷെല്ലുകളുടെ പേര് KLMNO. ഈ ഷെല്ലുകളുടെ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. ആ എനർജി അതിൽ വ്യത്യാസം വരുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ സെൻട്രൽ പോയിന്റ് ആയ ന്യൂക്ലിയസ് എന്നുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഷെല്ലുകളുടെ എനർജി ഇൻക്രീസ് ചെയ്യുന്നു. ഈ ഷെല്ലുകൾക്ക് ഓർബിറ്റ് എന്നും എനർജി ലെവൽ എന്നും ഊർജ്ജ നില എന്നും ഓർബിറ്റ് എന്നും പേരുകൾ വിളിക്കാവുന്നതാണ് നീൽസ് ബോറിന്റെ ബോർ മോഡലിൽ പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ മാസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. നേരത്തെ പറഞ്ഞു ആറ്റത്തിന്റെ സെൻട്രൽ പോയിന്റ് ന്യൂക്ലിയസിനകത്തുള്ള ആറ്റത്തിന്റെ സെൻട്രൽ പോയിന്റിനകത്തുള്ള പ്രോട്ടോൺ, ന്യൂട്രോൺ സ്മോൾ ലെറ്റർ n കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. ദെൻ ഇലക്ട്രോൺ. ഈ 2 പാർട്ടിക്കിൾസ് ആണ് ആറ്റത്തിന്റെ സെൻട്രൽ പോയിന്റ് ന്യൂക്ലിയസിനകത്തുള്ളത്. ഇലക്ട്രോൺ ഷെല്ലിനകത്താണ് നമ്മൾ പറഞ്ഞു. ഈ ഇലക്ട്രോണിന്റെ മാസ് 0 ആണ് നമുക്ക് പറയാം, കാരണം അത്രയും കുറവാണ്. പ്രോട്ടോണിന്റെ മാസ് 1 ഈക്വൽ ടു 1, ന്യൂട്രോൺ 1. ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോൺ, ന്യൂട്രോൺ ഇതിന്റെ മാസാണ് 1 1, ഇലക്ട്രോണിന്റെ മാസ് 0. അപ്പോൾ ഇത് നമുക്കൊരു കാര്യം പറയാൻ പറ്റും. ഒരു ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് ആ ആറ്റത്തിലെ ന്യൂക്ലിയസിലെ 2 പാർട്ടിക്കിൾസ് ആണ്, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇലക്ട്രോണിന്റെ മാസ് വളരെ കുറവായതുകൊണ്ട് 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരാറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് ആൻ ആറ്റം. അത് നമുക്ക് എ എന്ന ലെറ്റർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. മാസ് എന്ന് പറയുന്നത് P+N, പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും കൗണ്ടാണ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ മാസ് നമ്പർ is equal to number of proton plus number of neutron.
ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരാറ്റത്തിലുള്ള പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം എപ്പോഴും ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരാറ്റത്തിൽ 10 പ്രോട്ടോൺ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ ആറ്റത്തിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 10 ആയിരിക്കും. അപ്പോൾ എപ്പോഴും പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും നമ്പർ ഈക്വൽ ആയിരിക്കും. അതായത് പ്രോട്ടോൺ ഈക്വൽ ടു ഇലക്ട്രോൺ. ഇനി ഒരാറ്റത്തിലെ പ്രോട്ടോണിന്റെ എണ്ണം അതെപ്പോഴും ഫിക്സഡ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ഥിരമായിരിക്കും, അതിനൊരു മാറ്റം ഉണ്ടാവില്ല. എന്നാൽ ഇലക്ട്രോണിന്റെ എണ്ണത്തിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവാം. ആറ്റങ്ങൾ പലപ്പോഴും കെമിക്കൽ റിയാക്ഷനിൽ എൻഗേജ് ചെയ്യുന്ന സമയത്ത് അവിടെ കാര്യമായിട്ട് അല്ലെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷനിൽ ചേഞ്ചസ് വരുന്ന ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇലക്ട്രോണിനെയാണ് കെമിക്കൽ റിയാക്ഷൻ സമയത്ത് ഡൊണേറ്റ് ചെയ്യുന്നതും അതേപോലെ ആക്സെപ്റ്റ് ചെയ്യുന്നതൊക്കെ ഇലക്ട്രോണിനെയാണ്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ അതിൻ്റെ മറ്റു ബോണ്ടിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇലക്ട്രോൺ ആണ് കെമിക്കൽ റിയാക്ഷൻ സമയത്ത് എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോൺ എണ്ണത്തിൽ വ്യത്യാസപ്പെടാം. എന്നാൽ ഒരാറ്റത്തിലെ പ്രോട്ടോണിന്റെ എണ്ണത്തിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവുന്നില്ല. പ്രോട്ടോണിന്റെ എണ്ണം എപ്പോഴും സ്ഥിരമായിരിക്കും. ആ പ്രോട്ടോണിന്റെ എണ്ണത്തെ നമുക്ക് ആറ്റോമിക് നമ്പർ എന്ന് പറയാം. അപ്പോൾ ഒരാറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെ എണ്ണമാണ്. എന്ന് വെച്ചാൽ ആറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ. ഈ പ്രോട്ടോണിന്റെ എണ്ണം തന്നെയാണ് ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറഞ്ഞു. നമുക്ക് ആറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു ഇലക്ട്രോൺ. അപ്പോൾ ഇത് മൂന്നും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇലക്ട്രോണിന്റെ കൗണ്ടിൽ വ്യത്യാസപ്പെടാം. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി വെക്കണം. ഇനി ഈ മാസ് നമ്പർ ഈസ് ഈക്വൽ ടു പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ന്യൂട്രോണിന്റെ എണ്ണം തന്നിട്ടില്ല എന്ന് വിചാരിക്കാം, പക്ഷെ മാസ് നമ്പർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ന്യൂട്രോണിന്റെ എണ്ണം കണ്ടെത്താം? ന്യൂട്രോൺ ഈസ് ഈക്വൽ ടു മാസ് നമ്പർ തന്നിട്ടുണ്ട്, പ്രോട്ടോൺ തന്നിട്ടുണ്ട്. ന്യൂട്രോൺ മാത്രം കണ്ടെത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മാസ് നമ്പർ ഈസ് ഈക്വൽ ടു മൈനസ് എ മൈനസ് പി. അപ്പോൾ മാസ് നമ്പറിൽ നിന്നും പ്രോട്ടോണിന്റെ നമ്പർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രോൺ കിട്ടും. ഈ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കാന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ. ഈ ചാപ്റ്റർ ബേസ് ചെയ്തുകൊണ്ട് ചില ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഈ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഒന്നുകൂടി പറയാം, മാസ് നമ്പർ, ഒരു ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് ആ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണും ന്യൂട്രോണും കൂട്ടുമ്പോഴാണ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും ടോട്ടൽ നമ്പർ ആയിരിക്കും ഒരാറ്റത്തിന്റെ മാസ് നമ്പർ. എ എന്ന ഇലക്ട്രോൺ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാം. മറ്റൊന്ന്, ഒരാറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും നമ്പർ എപ്പോഴും ഈക്വൽ ആയിരിക്കും, അതിന്റെ എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. മറ്റൊന്ന്, ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒരാറ്റത്തിലെ പ്രോട്ടോണിന്റെ എണ്ണമാണ്. അതേ എണ്ണം തന്നെയായിരിക്കും ആ ആറ്റത്തിലെ ഇലക്ട്രോണിന്റെ എണ്ണം. മറ്റൊന്ന്, ന്യൂട്രോൺ കണ്ടെത്താനാണ്. N ഈസ് ഈക്വൽ ടു എ മൈനസ് പി. മാസ് നമ്പറിൽ നിന്നും പ്രോട്ടോണിന്റെ എണ്ണം കുറച്ചാൽ നമുക്ക് ന്യൂട്രോൺ കിട്ടുന്നതാണ്. ഇനി ഇത് ബേസ് ചെയ്തിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ. ഒരാറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറയാനുള്ള കാരണം എന്താണ് പറയാൻ പറ്റും? ഒരാറ്റത്തിലെ പ്രോട്ടോൺ, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. അപ്പോൾ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കൗണ്ട് ഈക്വൽ ആയതുകൊണ്ട് ആറ്റം ഈസ് സെഡ് ടു ബി ഇലക്ട്രിക്കലി ന്യൂട്രൽ. അത് ന്യൂട്രൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. വൈദ്യുതപരമായിട്ട് ന്യൂട്രൽ സ്റ്റേജിലാണെന്ന് പറയാൻ പറ്റും. ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള ചില പ്രോബ്ലംസ് ആണ് നമ്മൾ പറയുന്നത്. മാസ് നമ്പർ, ആറ്റോമിക് നമ്പർ, ഇതെങ്ങനെ ഒരു എലമെന്റിന്റെ സിമ്പലിൽ എങ്ങനെ നമുക്ക് രേഖപ്പെടുത്താമെന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാർബൺ എന്നൊരു ആറ്റം. ഈ കാർബൺ ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ 6 ആണ്. ആറ്റോമിക് നമ്പർ നമുക്ക് Z എന്നൊരു ഇലക്ട്രോൺ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. ആറ്റോമിക് നമ്പർ ഓഫ് carbon is equal to 6. Mass number of carbon is equal to 12. ഇത് കാർബൺ ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ 6, മാസ് നമ്പർ 12.
ഇതെങ്ങനെ കാർബൺ ആറ്റത്തിന്റെ സിമ്പൽ എങ്ങനെ നമുക്ക് എൻ്റർ ചെയ്യാമെന്നുള്ളതാണ്. മാസ് നമ്പർ എപ്പോഴും മുകളിലായിരിക്കും, അതായത് ടോപ്പ് ഓഫ് ദ ലെഫ്റ്റ് സൈഡ് ടോപ്പ് 12. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലായിക്കൊണ്ട് 12 എന്ന് നമ്മൾ എൻ്റർ ചെയ്യാം. ഇനി ആറ്റോമിക് നമ്പർ എപ്പോഴും അത് താഴെ സൈഡിലായിരിക്കും 6, ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ബോട്ടം സൈഡിൽ കൊടുക്കുക 6 എന്നുള്ളത്. അപ്പോൾ ഒരു ആറ്റത്തിന്റെ സിമ്പൽ നമ്മൾ ഇത് രണ്ടും എൻ്റർ ചെയ്ത് കഴിഞ്ഞു. 12 എന്ന് പറയുന്നത് മാസ് നമ്പറും 6 എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പറുമാണ്. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇത് 6 എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ ആണുള്ളതും 12 എന്ന് പറയുന്നത് മാസ് നമ്പർ ആണുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ പെട്ടെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവണം മാസ് നമ്പർ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, കാരണം പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ടോട്ടൽ കൗണ്ടാണ്. അപ്പോൾ അതായിരിക്കും കൂടുതൽ. താഴെയുള്ളത് പ്രോട്ടോണിന്റെ മാത്രം കൗണ്ടാണ് ആറ്റോമിക് നമ്പർ. അപ്പോൾ ഈ രൂപത്തിൽ ചില ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. ഇനി ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ന്യൂട്രോണിന്റെ എണ്ണം കണ്ടെത്താൻ സാധിക്കും. ഇവിടെ ചോദിക്കാണ് പ്രോട്ടോൺ നമ്പർ എത്ര, P = 6 ആണെന്ന് പറയാൻ പറ്റും. മാസ് നമ്പർ എത്രയാണ്, A = 12. ഇനി ന്യൂട്രോണിന്റെ എണ്ണം എങ്ങനെ കണ്ടെത്താം? ന്യൂട്രോണിന്റെ എണ്ണം നമ്മൾ എങ്ങനെ കണ്ടെത്താം എന്നുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. N = A - P. A എന്ന് പറയുന്നത് മാസ് നമ്പർ മൈനസ് P എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ ഓഫ് പ്രോട്ടോൺ 6 = 6. ഇവിടെ 6 ന്യൂട്രോൺ ആണ് കാർബൺ ഉള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ രൂപത്തിൽ ചില ചോദ്യങ്ങൾ കൂടി ഈ ഒരു ചാപ്റ്ററിന്റെ അവസാനത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 4 കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബോർ മോഡൽ എങ്ങനെ വരയ്ക്കാമെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബോർ മോഡൽ എങ്ങനെ വരയ്ക്കാമെന്നുള്ളതാണ് പറയുന്നത്. നീൽസ് ബോർ മോഡലിൽ പറഞ്ഞിട്ടുള്ളത് ഇവയുടെ ഷെല്ലുകളുടെ നെയിം നമുക്ക് നോക്കാം. 1, 2, 3, 4, 5 ഷെൽസ് ആണ് ഒരാറ്റത്തിലുള്ളതെന്നാണ് നീൽസ് ബോറിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അവർക്ക് K, L, M, N, O ഈ പേരുകൾ നൽകിയിട്ടുണ്ട്. ഇനി ഇതിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺസ് എങ്ങനെയൊക്കെയാന്ന് നോക്കാം. ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് സ്ഥിതി ചെയ്യുന്നത് ആ ആറ്റത്തിലെ ഷെല്ലുകളിലാണ്. ആ ഷെല്ലുകളുടെ പേരാണ് K, L, M, N, O. ഈ ഷെല്ലുകളിലുള്ള ഇലക്ട്രോൺസിന്റെ നമ്പർ കൂടെ പറയുന്നുണ്ട്. അതേ നമ്പർ കണ്ടെത്താനുള്ള ഒരു ഫോർമുലയാണ് 2n². 2n². സ്മോൾ ലെറ്റർ എഴുതാം. എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെല്ലാണ്, ഷെൽ നമ്പറാണ്. ഇപ്പോൾ 5 ഷെല്ലുകളാണുള്ളത്. ഈ 5 ഷെല്ലുകളിലുള്ള ഇലക്ട്രോണിന്റെ കൗണ്ടാണ്, അല്ലെങ്കിൽ എത്ര നമ്പർ ഇലക്ട്രോൺ മാക്സിമം ഉൾക്കൊള്ളും എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഈ 2n² എന്ന ഇക്വേഷൻ ഒരു ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് കണ്ടെത്താം. n എന്ന് പറയുന്നത് ഷെൽ നമ്പറാണ്. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും നമുക്ക് കണ്ടെത്തണം. 2 × n². n സ്ഥാനത്ത് 1 കൊടുക്കുക, ഷെൽ നമ്പർ 1 ആണ്. 2 × 1² എത്രയാ? 2. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ നമുക്ക് 2 ഇലക്ട്രോൺസ് ആണുള്ളത്. നമുക്ക് മാക്സിമം അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 2 ആണ്, നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി സെക്കൻഡ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 2n² യൂസ് ചെയ്താൽ 2 × 2² എത്രയാ? 8 ആണ്. 2 × 4 8. അപ്പോൾ സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ് മാക്സിമം ലിമിറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് മൂന്നാമത്തെ ഷെല്ലിൽ എത്ര ഉണ്ടാവും? 2 ഒന്ന് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കി. 2 × 3² എത്രയാ? 3² എന്ന് പറയുന്നത് 3 × 3 9. 9 × 2 18. തേർഡ് ഷെല്ലിലെ മാക്സിമം ഇലക്ട്രോൺ ലിമിറ്റ് എന്ന് പറയുന്നത് 18 ആണ്. ഇനി ഫോർത്ത് ഷെല്ലാണെങ്കിലോ 2 × 4². 4² 16. 16 × 2 32. ഫോർത്ത് ഷെല്ലിൽ 32 ഇലക്ട്രോൺസ് ആണ് മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി ഫിഫ്ത്ത് ഷെൽ 2 × 5². 5² 25. 2 × 25 50. അപ്പോൾ ഫിഫ്ത്ത് ഷെല്ലിൽ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 50 ആണെന്ന് പറയാൻ പറ്റും. ഇതാണ് ബോർ മോഡലിലെ 5 ഷെൽസും അതിൻ്റെ നെയിമും അതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ മാക്സിമം ലിമിറ്റും. ഇനി നമുക്ക് ഈ ഇലക്ട്രോൺസ് ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നോക്കാം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ബോർ മോഡൽ വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് ആ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ആണ്.
ചെറിയൊരു സർക്കിൾ വരയ്ക്കുക. അതിനകത്ത് പി എന്നും എൻ എന്നും അടയാളപ്പെടുത്തണം. കാരണം ആ ന്യൂക്ലിയസിനകത്താണ് പ്രോട്ടോൺ എന്ന പാർട്ടിക്കിളും ന്യൂട്രോൺ എന്ന പാർട്ടിക്കിളും ഉള്ളത്. പ്രോട്ടോണിന്റെ കൗണ്ട് എത്ര? ഹൈഡ്രജൻ ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. പ്രോട്ടോൺ 1 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇനി അതിന്റെ ഷെല്ല് വരയ്ക്കണം. ഹൈഡ്രജൻ ആറ്റത്തിലെ ആദ്യത്തെ ഷെല്ല്, ജസ്റ്റ് ഒരു ഷെല്ല് വരയ്ക്കുന്നു. നോക്കി, ഹൈഡ്രജൻ ആറ്റത്തിലെ ആറ്റോമിക് നമ്പർ 1 ആണ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. അതായത് 1 ഇലക്ട്രോൺ ആണ് ഹൈഡ്രജൻ ആറ്റത്തിനുള്ളത്. 1 ഇലക്ട്രോൺ ജസ്റ്റ് ഒരു ഡോട്ട് മാർക്കായിട്ട് ഇലക്ട്രോൺ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തു. അപ്പോൾ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ എത്ര ഷെല്ലുള്ളൂ? ഒറ്റ ഷെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഷെല്ല് മാക്സിമം ലിമിറ്റ് 2 ആണ്. പക്ഷേ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു ഷെല്ല്, അടുത്തൊരു ബോർ മോഡൽ എടുക്കാം. ഹീലിയം. ഹീലിയം ആറ്റത്തിന് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. ഹീലിയം ആറ്റത്തിന്റെ ബോർ മോഡൽ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഒരു ന്യൂക്ലിയസ് വരക്കുന്നു. പി എൻ അടയാളപ്പെടുത്തുന്നു. പ്രോട്ടോൺ 2 ആണ്. അപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 2 ഇലക്ട്രോൺ. ഒരു ഷെല്ല് മാത്രമേ ഉള്ളൂ. കാരണം ആകെ 2 ഇലക്ട്രോൺ ഉള്ളൂ. ആ 2 ഇലക്ട്രോൺ നമ്മൾ അടയാളപ്പെടുത്തി. ഒറ്റ ഷെല്ല് മാത്രമേ ഉള്ളൂ, കെ ഷെല്ല് മാത്രമേ ഉള്ളൂ. 2 ഇലക്ട്രോൺ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തു. ഇനി കൊടുക്കാൻ നമ്മുടെ ഇലക്ട്രോൺ ഇല്ല, അതുകൊണ്ട് ഇനി ഷെല്ലും വരക്കേണ്ടതില്ല. ഇനി നമുക്ക് വേറെ ഉദാഹരണം എടുക്കാം. കാർബൺ. നേരത്തെ പറഞ്ഞ കാർബണിന്റെ ആറ്റോമിക് നമ്പർ 6ഉം മാസ് നമ്പർ 12 ആണ്. കാർബൺ ആറ്റത്തിന്റെ ബോർ മോഡലാണ് ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ന്യൂക്ലിയസ് വരച്ചു. P6 അടയാളപ്പെടുത്തി. എന്നെ നമ്മൾ ജസ്റ്റ് എന്നെ ഒന്ന് അടയാളപ്പെടുത്തിയാൽ മതി. ന്യൂട്രോണിന്റെ എണ്ണം അവൈലബിൾ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. ഫസ്റ്റ് ഷെല്ല് 2 ഇലക്ട്രോൺ. കാർബൺ ആറ്റത്തിന്റെ ടോട്ടൽ ആറ്റോമിക് നമ്പർ 6 ആണ്. സോ ഇലക്ട്രോണിന്റെ എണ്ണവും 6 തന്നെ ആയിരിക്കും. അപ്പോൾ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇനി എത്ര ബാക്കിയുണ്ട്? 6ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 4 ഇലക്ട്രോൺസ് ആണ് ബാക്കിയുള്ളത്. അടുത്ത ഷെല്ല് വരക്കുന്നു. ബാക്കിയുള്ളത് 4 ഇലക്ട്രോൺ ആണ്. 1 2 3 4. അപ്പോൾ 4 ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇനി ഓരോ ഉദാഹരണം നമ്മൾ പീരിയോഡിക് ടേബിൾ എടുത്തുകൊണ്ട് നമുക്ക് ഒരുപാട് എലമെന്റ്സിന്റെ ആറ്റോമിക് നമ്പർ അതിൽ കാണാൻ പറ്റും. ഇതേപോലെ ആറ്റോമിക് നമ്പർ എത്രയാണോ അത്ര തന്നെ ഇലക്ട്രോൺസ് ഉണ്ടാവും നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കെ ഷെല്ല് 2 ഇലക്ട്രോൺ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ എൽ ഷെല്ലിലേക്ക് പോകാൻ പറ്റുള്ളൂ. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ് മാക്സിമം ലിമിറ്റ്. എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണ്. എം ഷെല്ലിൽ 18 ഇലക്ട്രോൺ. അപ്പോൾ ഒരു ഷെൽ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ അടുത്ത ഷെല്ലിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നതാണ്. ഒറ്റ ഉദാഹരണം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കുകയാണ്. സോഡിയം ആറ്റോമിക് നമ്പർ 11 ആണ്. സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. മായിച്ചിട്ട് എഴുതാം. സോഡിയത്തിന്റെ മാത്രം കൂടി നമുക്ക് അവസാനിപ്പിക്കാം. ആറ്റോമിക് നമ്പർ 11 ആണ്. ഇനി ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ആയിരിക്കും എന്നതാണ്. ന്യൂക്ലിയസ് പ്രോട്ടോൺ 11 എന്ന് അടയാളപ്പെടുത്തുന്നു. എത്ര ഇലക്ട്രോൺ ഉണ്ടാവും, എത്ര പ്രോട്ടോൺ ഉണ്ടാവും, അത്രയും ഇലക്ട്രോൺസ് ഉണ്ടാവും. ഫസ്റ്റ് ഷെല്ല് വരച്ചു. 2 ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ടോട്ടൽ ഇലക്ട്രോൺ 11 ആണ്. 2 പോയി കഴിഞ്ഞാൽ ഇനി എത്ര എണ്ണം ബാക്കിയുണ്ട്? 9 ഇലക്ട്രോൺസ് ബാക്കിയുണ്ട്. സെക്കൻഡ് ഷെൽ, കെ ഷെല്ലിൽ 2 നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉള്ളത്. 1 2 3 4 5 6 7 8. അപ്പോൾ സെക്കൻഡ് ഷെല്ലായിട്ടുള്ള എൽ ഷെല്ലിൽ നമ്മൾ 8 ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. സെക്കൻഡ് ഷെല്ലിൽ എൽ ഷെല്ലാണ് 8 ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. 8 + 2 10 ആയിട്ടുള്ളൂ. നമുക്ക് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 11 ഇലക്ട്രോൺ ഉണ്ട്. 1 മോർ ഇലക്ട്രോൺ. നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. അപ്പോൾ നമ്മൾ 10 ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി 1 മോർ ഇലക്ട്രോൺ 11 ആണ്. എം ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ മാക്സിമം പോകും? 18 ഇലക്ട്രോൺസ് പോയെങ്കിൽ നമ്മുടെ അടുത്ത് എത്രയേ ഉള്ളൂ? ഒറ്റ
ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ, നമ്മൾ നൽകി. സോ KLM ഈ 3 ഷെല്ലുകളിലായിട്ട് നമ്മൾ 2, 8, 1 ഇലക്ട്രോൺസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ബോർ മോഡലിലൂടെ. ഇനി ഇതിൻ്റെ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ചെയ്തത് നമുക്കൊന്ന് എഴുതി നോക്കാം. അതായത് ആ ഫസ്റ്റ് ഷെൽ K ഷെല്ലിൽ 2 ഇലക്ട്രോൺ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, 2. സെക്കൻഡ് ഷെല്ലിൽ നമ്മൾ 8 ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, 8, തേർഡ് ഷെൽ M ഷെല്ലിൽ നമ്മൾ 1 ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, അതായത് 2, 8, 1, 2, 8, 1. ഇതാണ് ഈ സോഡിയം ആറ്റത്തിന്റെ ബോർ മോഡലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോൺ വിന്യാസം എന്ന് മലയാളത്തിൽ പറയും. അതായത് ഒരാറ്റത്തിന്റെ ബോർ മോഡലിന്റെ ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഈ ഓരോ KLMNO ഈ ഷെല്ലുകളിൽ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോഡിയം 11 ഇലക്ട്രോണുകളുള്ള സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 1. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും K ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ്, L ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണ്, M ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെന്നുള്ളതാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ 2 രൂപത്തിലാണ് വരുന്നത്. ഒന്ന്, ഇതുപോലെ ഒരു ഉദാഹരണം നേരത്തെ തന്നതുപോലെ കാർബൺ ഇതുപോലെ നമ്മളെ സിംബലില് ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ തന്നുകൊണ്ട് അതിൻ്റെ ബോർ മോഡൽ വരയ്ക്കാൻ പറയും. ആറ്റോമിക് നമ്പർ എത്രയാണ്, മാസ് നമ്പർ എത്രയാണ്, ന്യൂട്രോണിന്റെ നമ്പർ എത്രയാണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്, ഇതൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനി പരീക്ഷയ്ക്ക് വരാവുന്ന മറ്റൊരു ടൈപ്പ് ചോദ്യം എന്ന് പറയുന്നത്, അതുകൂടി പറഞ്ഞ് നമുക്ക് ഈ ഒരു ഭാഗം അവസാനിപ്പിക്കാം. ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരാറ്റത്തിന്റെ മാസ് നമ്പർ 31, A equal to 31. Mass number of an atom is 31. ഈ ആറ്റത്തിന്റെ M ഷെല്ലിൽ five ഇലക്ട്രോൺസ്. ഇത്ര മാത്രമാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. എന്താണ്? ഒരാറ്റത്തിന്റെ മാസ് നമ്പർ 31 ആണ്, അതിന്റെ M ഷെല്ലിൽ 5 ഇലക്ട്രോണുകളുണ്ട്. ഇനി ക്വസ്റ്റ്യൻ 5 നമ്പർ ഓഫ് പ്രോട്ടോൺ, നമ്പർ ഓഫ് ഇലക്ട്രോൺ, നമ്പർ ഓഫ് ന്യൂട്രോൺ, ആറ്റോമിക് നമ്പർ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വിന്യാസം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതെങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ ഈ ഒരു 31 ആണ് മാസ് നമ്പർ. മാസ് നമ്പർ ആണ് 31. A is equal to 31 എന്ന് വെച്ചാൽ എന്താണ്? P plus N ആണ് മാസ് നമ്പർ. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ടോട്ടൽ നമ്പർ ആണ് 31 എന്ന് പറയുന്നത്. ഇനി പറഞ്ഞ സെക്കൻഡ് ഇൻഡിക്കേഷൻ എന്താണ്? M ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ടെന്ന്. അപ്പോൾ M ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് M ഷെല്ലിന് മുമ്പ് ഏതൊക്കെ ഷെല്ലുകളുണ്ട്? K ഷെല്ലുണ്ട്, L ഷെല്ലുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് M ഷെൽ എന്ന് പറയുന്നത്. അപ്പോൾ M ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം K ഷെല്ലും L ഷെല്ലും ഫുൾ ആയതിനു ശേഷമാണ് M ഷെല്ലിലേക്ക് ഇലക്ട്രോൺ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ K ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടാവും, L ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പൊ ഇത് രണ്ടും ഫുൾ ആയതിനു ശേഷമാണ് M ഷെല്ലിലേക്ക് ഇലക്ട്രോൺസ് പാസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇതിന്റെ ടോട്ടൽ നമ്പർ ആയിരിക്കും ഇലക്ട്രോൺസിന്റെ ടോട്ടൽ നമ്പർ എന്നത് 2 + 8 + 5 എത്രയാ? 15. അപ്പോൾ ടോട്ടൽ ഇലക്ട്രോൺ 15 ആണ് നമുക്ക് കിട്ടും. അപ്പോൾ ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു 15. ഇലക്ട്രോൺ 15 ആണെങ്കിൽ പ്രോട്ടോൺ എത്ര ആയിരിക്കും? 15 ആയിരിക്കും. പ്രോട്ടോണും ഇലക്ട്രോണും നമ്പർ ഈക്വൽ ആയിരിക്കും ആറ്റോമിക് നമ്പർ ആയിട്ടുള്ള Z എന്നുള്ളത്. അപ്പോൾ ആറ്റോമിക് നമ്പർ 15. മാസ് നമ്പർ എന്ന് പറയുന്നത് 31 ആണെന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആറ്റോമിക് നമ്പർ 15ഉം മാസ് നമ്പർ 31 ആണെന്നുണ്ടെങ്കിൽ ന്യൂട്രോണിന്റെ എണ്ണം കണ്ടെത്താൻ പറ്റും. എങ്ങനെ? മാസ് നമ്പർ മൈനസ് നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ ആറ്റോമിക് നമ്പർ എത്രയാ? 31 - 15
ഈക്വൽ ടു 16. അപ്പം ന്യൂട്രോൺ ഇവിടെ 16 ആണെന്നുള്ളത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്നുള്ളതാണ് ഇവിടെ നമ്മൾ എഴുതി കഴിഞ്ഞു. KLM 285 2,8,5. അതായത് ഇലക്ട്രോൺ വിന്യാസം എന്നുള്ളത് 285 KLM ഈ ഷെല്ലുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഞാൻ നേരത്തെ ബോക്സിലാക്കി പറഞ്ഞ ആ കാര്യങ്ങളെ ബേസ് ചെയ്ത് മാത്രമാണ് ഇതൊക്കെ. ഈ രൂപത്തിലാണ് വ്യത്യസ്തമായിട്ട് ഒരു ചോദ്യം സാധാരണ വരാറുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മാസ് നമ്പർ, ആറ്റോമിക് നമ്പർ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ബോർ മോഡലൊക്കെ പറഞ്ഞു. ഇനി ഒരു ഹൈഡ്രജൻ്റെ ഒരു എക്സാമ്പിളിലേക്കാണ് ഞാൻ പറയുന്നത്. ഹൈഡ്രജൻ്റെ 3 ഫോമാണ് പറയുന്നത്. ന്യൂക്ലിയസ്, പ്രോട്ടോൺ 1, ന്യൂട്രോൺ 0. ഇത് വലുതാക്കി വരക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഹൈഡ്രജൻ്റെ പ്രോട്ടോൺ 1, ന്യൂട്രോൺ 0. ഫസ്റ്റ് ഷെല്ലാണ്. ഹൈഡ്രജൻ നമ്മൾ പറഞ്ഞു ഒരു ഷെല്ല് മാത്രമേ ഉള്ളൂ. പ്രോട്ടോണിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം 1 ആണ്, ഒരു ഷെല്ല് മാത്രമേ ഉള്ളൂ. ഇനി മറ്റൊരു ഹൈഡ്രജൻ്റെ ഫോമാണ് പറയുന്നത്. പ്രോട്ടോൺ 1, ന്യൂട്രോൺ 1. ഈ ഹൈഡ്രജനും 1 ഇലക്ട്രോൺസ് മാത്രമാണ്. 1 ഇലക്ട്രോൺ. മറ്റൊരു ആറ്റമാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്ട്രക്ചറാണ് വരക്കുന്നത്. പ്രോട്ടോൺ 1, ന്യൂട്രോൺ 2. അതിൻ്റെ ഷെല്ല് എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ. ഈ 3 ഹൈഡ്രജൻ ഫോം ഒന്ന് നോക്കി. ഇലക്ട്രോൺ എല്ലാത്തിലും ഈക്വൽ ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺ എല്ലാത്തിലും 1 ആണ്. നമ്പർ ഓഫ് പ്രോട്ടോണോ എല്ലാത്തിലും 1 ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. 1, മാറ്റമൊന്നുമില്ല. ഇനി ഇതിന്റെ മാസ് നമ്പർ നോക്കി. എന്ന ലെറ്റർ ആണ് നമ്മൾ മാസ് നമ്പർ യൂസ് ചെയ്യുന്നത്. എ മാസ്. 1 പ്രോട്ടോൺ 0 ന്യൂട്രോൺ. മാസ് എത്രയാണ്? മാസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു P+N ആണ്. എത്രയാ? ഇവിടെ 1 ആണ് മാസ് നമ്പർ. ഇനി ഇവിടെ നോക്കി, പ്രോട്ടോൺ 1, ന്യൂട്രോൺ 1. ഇവിടുത്തെ മാസ് നമ്പർ എത്രയായിരിക്കും? 1 + 1 2 ആണ്. ഇനി ഇവിടെ നോക്കി, പ്രോട്ടോൺ 1, ന്യൂട്രോൺ 2 ആണ്. ഇവിടെ മാസ് എന്ന് പറയുന്നത് 3 ആണ്. ഇത് 3ഉം ഹൈഡ്രജൻ ആറ്റമാണ്. അതായത് ഇവിടെ എല്ലാത്തിലെയും പ്രോട്ടോണിന്റെ നമ്പർ 1 ആണ്. അതായത് ആറ്റോമിക് നമ്പർ ഈസ് സെയിം 1. ദെൻ നമ്പർ ഓഫ് ന്യൂട്രോൺ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാസ് നമ്പർ ഡിഫറെൻ്റ് ആണ്. 1, 2, 3. ഇത് ഒരു ഹൈഡ്രജനിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക സവിശേഷതയാണ്. ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഐസോടോപ്പ് എന്നത്. ഐസോടോപ്പ് എന്ന് പറയുന്നത് ഒരേ ആറ്റത്തിലെ ആറ്റോമിക് നമ്പർ തുല്യവും മാസ് നമ്പർ വ്യത്യസ്തവുമായിട്ടുള്ള രൂപങ്ങളെ ഫോമിനെ പറയുന്ന പേരാണ്. An atom having same atomic number with different mass number is called isotopes. അപ്പോൾ ആറ്റത്തിന് അത്തരം ഫോമുകളെയാണ്, അത്തരം രൂപങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. അതായത് സെയിം ആറ്റോമിക് നമ്പർ വിത്ത് ഡിഫറെൻറ്റ് മാസ് നമ്പർ. ഈ ഐസോടോപ്പുകൾക്ക് ഓരോ തിരിച്ചറിയാൻ ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. 1 മാസ് നമ്പറുള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ പറയുന്ന പേരാണ് പ്രോട്ടിയം. 2 മാസ് നമ്പറുള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ പേരാണ് ഡ്യൂട്ടീരിയം. 3 മാസ് നമ്പറുള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ പേരാണ് ട്രിഷിയം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് പലതവണ ഈ ഹൈഡ്രജൻ്റെ ഐസോടോപ്പിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. എന്താണ് ഈ 3 ഐസോടോപ്പുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിക്കാറുണ്ട്. ഇവിടെ ന്യൂട്രോണിന്റെ എണ്ണത്തിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് മാസ് നമ്പറിൽ ഡിഫറൻറ്റ് വന്നതുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സെയിം ആറ്റോമിക് നമ്പർ വിത്ത് ഡിഫറെൻറ്റ് മാസ് നമ്പർ, അതാണ് ഈ ഐസോടോപ്പിൽ ഉള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. ഈ ഹൈഡ്രജൻ എന്ന എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഹൈഡ്രജന്റെ 1 മാസ് നമ്പറുള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഫോമാണ് ഐസോടോപ്പിന്റെ പേരാണ് പ്രോട്ടിയം. 2 മാസ് നമ്പറുള്ള ഹൈഡ്രജൻ ആണ് ഡ്യൂട്ടീരിയം. 3 മാസ് നമ്പറുള്ള ഹൈഡ്രജൻ ആണ് ട്രിഷിയം. അപ്പോൾ എന്താണ് ഐസോടോപ്പ് എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഐസോടോപ്പ് ആർ ദ ഫോംസ് വിത്ത് സെയിം ആറ്റോമിക് നമ്പർ വിത്ത് ഡിഫറെന്റ് മാസ് നമ്പർ ഈസ് കോൾഡ് isotopes.
അങ്ങനെ ചില എല്ലാത്തിനും ഐസോടോപ്സ് ഇല്ല, പക്ഷെ ചില എലമെന്റ്സിന്റെ ആറ്റങ്ങൾക്ക് ഐസോടോപ്സ് ഉള്ളതായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ കാർബൺ 12, കാർബൺ 13, കാർബൺ 14 ഇങ്ങനെ ഇരുന്നായിട്ട് കാണാൻ പറ്റും. ഈ കാർബൺ 12 കാർബണിന്റെ മാസ് നമ്പർ എത്ര നമ്മൾ പറഞ്ഞു നേരത്തെ? കാർബൺ 6 ആണ് ആറ്റോമിക് നമ്പർ, 12 ആണ് മാസ് നമ്പർ. അപ്പോൾ സാധാരണ അതിൽ കാണപ്പെടുന്ന കാർബൺ എന്ന് പറഞ്ഞാൽ കാർബൺ 12 ആണ്. കാർബൺ 12 എന്ന് പറയുമ്പോൾ മാസ് നമ്പർ ആണ് ഈ പറയുന്നത്. അപ്പോൾ കാർബൺ 12. അപ്പോൾ ചില കാർബൺ ആറ്റങ്ങൾക്ക് 13 മാസ് നമ്പർ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതേപോലെ ചില കാർബൺ ആറ്റങ്ങൾക്ക് 14 മാസ് നമ്പറുകളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ C12, C13, C14 എന്നൊക്കെ പറയുന്നത് മാസ് നമ്പറാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് മൂന്നും കാർബണിന്റെ ഐസോടോപ്പുകളാണ്. അതേപോലെ നിങ്ങൾക്ക് വേറെയും അയഡിൻ പോലത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാൻ പറ്റും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടാണ് ഹൈഡ്രജന്റെ മാസ് നമ്പർ അല്ലെങ്കിൽ ഹൈഡ്രജന്റെ ഐസോടോപ്സ്, അതേപോലെ കാർബൺ ഐസോടോപ്സ്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ചില എലമെന്റ്സിന്റെ അല്ലെങ്കിൽ ചില മൂലകങ്ങളുടെ ഐസോടോപ്സുകളും അവയുടെ ഉപയോഗങ്ങളാണ്. ഈ ഐസോടോപ്പുകൾക്ക് നമുക്ക് ചില ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ചെറിയൊരു പട്ടികപ്പെടുത്താൻ നമുക്ക് എന്തൊക്കെയാണ് ഐസോടോപ്സ്, അവയുടെ ഉപയോഗങ്ങൾ. പരീക്ഷയ്ക്ക് ചില ഐസോടോപ്സിന്റെ ഉപയോഗങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോൺ ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി, ജോൺ ഡാൾട്ടന്റെ ആറ്റം സിദ്ധാന്തം. ആറ്റത്തെ കുറിച്ചുള്ള ബേസിക് ആയ 4-5 കണ്ടെത്തലുകളാണ് അദ്ദേഹം അതിൽ പറയുന്നത്. പിന്നെ സർ ഹംഫ്രി ഡേവി, മൈക്കൽ ഫാരഡേ ഇവര് ജലത്തിലൂടെയൊക്കെ വൈദ്യുതി കടത്തിവിട്ട്, ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിട്ട് അതിൽ ഇലക്ട്രിക് ചാർജ് ഉണ്ടെന്നുള്ളതും അവയെ ഡീകമ്പോസ് ചെയ്യാനുള്ള, അതിനെ വേർതിരിക്കാൻ പറ്റുന്നത് അവർ കണ്ടെത്തി. പിന്നെ ജെ തോംസൺ ആണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിലൂടെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ കണ്ടെത്തി. അതേപോലെ ഏണസ്റ്റ് റുദർഫോർഡ് അദ്ദേഹം ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിലൂടെ പ്രോട്ടോൺ, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ എന്ന പാർട്ടിക്കിളിനെ കണ്ടെത്തി. പിന്നെ ജെയിംസ് ചാഡ്വിക് അദ്ദേഹം ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകൾ ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. ഈ 3 പാർട്ടിക്കിൾ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഈ 3 പാർട്ടിക്കിളിനെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ഓഫ് ആറ്റം, ആറ്റത്തിലെ മൗലിക കണങ്ങൾ എന്നറിയപ്പെടുന്നു. ഈ മൗലിക കണങ്ങളിൽ പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിനകത്താണുള്ളതും, അതേപോലെ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് പുറത്താണുള്ളതും ഷെല്ലുകളിലാണുള്ളതും മനസ്സിലാക്കി. ഈ ആറ്റത്തിന്റെ ഒരു സ്ട്രക്ചർ ആയിക്കൊണ്ട് റുദർഫോർഡ് സജസ്റ്റ് ചെയ്ത പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം, അത് സോളാർ സിസ്റ്റത്തെ കമ്പയർ ചെയ്തുകൊണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു മോഡലിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു കണം, ചാർജുള്ള ഒരു കണം, ചാർജ്ഡ് പാർട്ടിക്കിൾ, അതൊരു സെന്ററിനെ വലയം ചെയ്യുന്നുണ്ടെങ്കിൽ, റിവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എനർജി ലൂസ് ചെയ്തുകൊണ്ട് അതിന്റെ സെന്ററിലേക്ക് പതിക്കുമെന്നുള്ളതാണ്. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഒരു ആറ്റത്തിനകത്ത് സംഭവിക്കുന്നില്ല. അതിന് കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ അദ്ദേഹത്തിന് സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ മോഡൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അതിന്റെ പോരായ്മകൾ നികത്തിക്കൊണ്ട് വന്ന നീൽസ് ബോർ എന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ ബോർ മോഡൽ സജസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ ബോർ മോഡലിൽ ഇതുമായിട്ടുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ഇലക്ട്രോൺസ് ഒരു ഫിക്സഡ് പാത്തിലാണ് റിവോൾവ് ചെയ്യുന്നത്, വലയം ചെയ്യുന്നത്. അതിന്റെ എനർജി അത് കോൺസ്റ്റന്റ് ആയിരിക്കുന്നതാണ്. അദ്ദേഹം പിന്നെ പറഞ്ഞ ആ ഒരു ബോർ മോഡലാണ് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ബോർ മോഡൽ എങ്ങനെ വരക്കാമെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഈ ബോർ മോഡലിൽ ഷെല്ലുകൾ KLMNO എന്നീ 5 ഷെല്ലുകളാണുള്ളതും അതിൽ യഥാക്രമം 2, 8, 18, 32, 50 ഇങ്ങനെ ആണ് അതിൻ്റെ മാക്സിമം ഇലക്ട്രോൺസിന്റെ ലിമിറ്റ് എന്നുള്ളതും. 2n² ആണ് ഈ ഇലക്ട്രോൺസിന്റെ നമ്പർ കൗണ്ട് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോർമുല എന്നുള്ളതും നമ്മൾ പഠിച്ചു. പിന്നെ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറഞ്ഞു. ഈ 3 കണങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ, ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ. ആറ്റോമിക് നമ്പർ എന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺ തന്നെയാണ്, ആ ഇലക്ട്രോണിന്റെ എണ്ണം ഈക്വൽ ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ മാസ് നമ്പർ കണ്ടെത്താനുള്ള കാര്യം പറഞ്ഞു. മാസ് നമ്പർ എന്നത് A=P+n ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ ഐസോടോപ്സ്, എന്താണ് ഐസോടോപ്സ് എന്നുള്ളതും, ഐസോടോപ്സ് ആർ ദ ഫോംസ് ഓഫ് ആറ്റം സെയിം ആറ്റോമിക് നമ്പർ വിത്ത് ഡിഫറെന്റ് മാസ് നമ്പർ. അത് എന്താണെന്നുള്ളതും 2 ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ ഐസോടോപ്സും അതിൻ്റെ ചില യൂസസുമാണ് ചെറിയൊരു കോളമായിട്ട് നമുക്കിവിടെ നൽകുന്നുണ്ട്. കൃത്യമായിട്ട് ആ ഐസോടോപ്സ് അതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന്
നോക്കിയൊന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സ്ട്രക്ചർ ഓഫ് ആറ്റം മുതലാണ് ചാപ്റ്ററിൻ്റെ എയിം. ആറ്റത്തിലെ പാർട്ടിക്കിൾസും അതിൻ്റെ സ്ട്രക്ചറുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നന്നായി പഠിക്കുക. നന്നായി പഠിച്ചിട്ട് കൃത്യമായി നോട്ട്സ് ഉണ്ടാക്കിയിട്ട് അത് പരീക്ഷയ്ക്ക് നല്ല രൂപത്തിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.